പല കാര്യത്തിൽ അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാൻ യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്. ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരാന്ന് പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPM-ഉം മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൌരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്താൽ നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ് ഒക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഈ CPM എടുക്കുന്ന നിലപാടും. പണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് പണ്ടുണ്ടായത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ അന്ന് ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അല്ല പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങി. ഇപ്പോ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അതേ കുടുംബ പ്രശ്നം എന്ന് പറയാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ്! എന്ത് പറയണേന്റെ മനസ്സിലായില്ലേ? എന്താ പറയാൻ മടിക്കാത്തത്? പറയാം, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഞങ്ങളിപ്പോ അതായത് പാർട്ടികളിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഇൻഫോർമലായിട്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും രാഷ്ട്രീയമായിട്ട് CPM-നെതിരെ അദ്ദേഹം ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. പിണറായി മുഖ്യമന്ത്രിയാണെന്ന് എനിക്കെതിരല്ല. പുള്ളിയുടെ പ്രശ്നം എന്താണ്? പുള്ളിയുടെ CPM-നെ ബാധിച്ചിരിക്കുന്ന മൂല്യ തകർച്ചയാണ്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ നിലവാര തകർച്ചയും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പോയിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഗൂഢാലോചന നടത്തിയിട്ടൊന്നുള്ള തീരുമാനമല്ലല്ലോ അത്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയും. നമുക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. അല്ല, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ തമ്മിൽ ഞങ്ങൾ സംസാരിക്കുമല്ലോ. നാച്ചുറൽ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് കോൺഗ്രസിന്റെ നേതാക്കന്മാര് തമ്മിൽ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും ഓരോ വിഷയം ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ ഓരോ സംഭാവന. അപ്പൊ ഞങ്ങൾ രാവിലെ പാർട്ടി നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ഞങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ UDF നേതാക്കൾ തമ്മിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച നടത്തും. ഇന്നും ചർച്ച നടത്തും. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും.